Hello everyone. Next topic ആണ് isoparametric formulation. അതിൻ്റെ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണെന്ന് പഠിക്കാം. The finite element method is a powerful technique for analyzing engineering problems involving complex and irregular geometries. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടെക്നിക്കാണ്. എന്തിനുണ്ട്? എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിൻ്റെ അനലൈസിന് വേണ്ടിയിട്ട്. അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ളതും ഇറഗുലർ ജോമെട്രീസിൻ്റെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്റ്റായിട്ടുള്ള ടെക്നിക്കാണെന്ന് പറയുന്നത് ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ്. പക്ഷേ നമ്മൾ ഈ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് നമ്മൾ 3 ഡയമെൻഷണൽ എലമെൻറ്റ്സിനകത്തും 2 ഡയമെൻഷണൽ എലമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇറഗുലർ ജോമെട്രീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാനോട്ട് ഇറഗുലർ ജോമെട്രീസിനകത്ത് നമുക്ക് ഈ 2 ഡയമെൻഷണൽ എലമെൻറ്റ്സോ 3 ഡയമെൻഷണൽ എലമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ലുക്ക് അറ്റ് ദിസ് കണ്ടിന്യൂം. ഈ കണ്ടിന്യൂം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ട്രയാങ്കുലർ എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളിതിനെ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതിൻ്റെ എഡ്ജ് ഫേസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റായിട്ട് നമുക്ക് ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഈ ലാർജ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മേ ബി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ റീസണബിൾ റിസംബ്ലൻസ് ബിറ്റ്വീൻ ഒറിജിനൽ ബോഡി ആൻഡ് ദ അസംബ്ലി. ഈ ഒറിജിനൽ ബോഡിയും അസംബ്ലിയും കൂടെ നമുക്ക് ഡിസ്ക്രിറ്റൈസേഷനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ലാർജ് നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ ആവശ്യമായിട്ട് വരും. സോ in order to overcome this drawback, isoparametric elements are used. അപ്പോൾ നമുക്ക് ഈ ഡ്രോബാക്കിനെ പരിഹരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐസോപരാമെട്രിക് എലമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐസോപരാമെട്രിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻറ്റ് ഒരു ജോമെട്രി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ഷേപ്പ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ആണ്. പിന്നെ ദാറ്റ് ഷേപ്പ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ജോമെട്രി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി എലമെൻറ്റ്. സോ കൺസിഡർ ദിസ് എലമെൻറ്റ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ദിസ് പർട്ടിക്കുലർ എലമെൻറ്റ് വി ഹാവിങ് 8 nodes are defining the geometry, that is black colored nodes. So in this element the black spot is denoted as the nodes used for defining geometry and the triangle are used for nodes used for defining displacement. അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് 8 നോഡ്സും അതേപോലെ തന്നെ 8 ട്രയാങ്കുലർ എലമെൻറ്റ്സ് പോയിൻറ്റ്സ് നമ്മളിനകത്ത് ഷോൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻ ദിസ് എലമെൻറ്റ്സ് ഓൾ 8 നോഡ്സ് ആർ യൂസ്ഡ് ഇൻ ഡിഫൈനിങ് ദ ജോമെട്രി ആസ് വെൽ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് 8 നോഡ്സ് നമ്മൾ ജോമെട്രിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഇഫ് ദ നമ്പർ ഓഫ് നോഡ്സ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ജോമെട്രി ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് നോഡ്സ് യൂസ്ഡ് ഫോർ ഡിഫൈൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഐസോപരാമെട്രിക് എലമെൻറ്റ്. അപ്പോൾ ഒരു ഐസോപരാമെട്രിക് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോഡ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് നോഡ്സും അതേപോലെ തന്നെ ജോമെട്രി ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് നോഡ്സും സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഐസോപരാമെട്രിക് എലമെൻ്റ് എന്ന് പറയാം. സോ നമുക്ക് അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐസോപരാമെട്രിക് എലമെൻറ്റ്സ് ആർ ഡിഫൈൻഡ് ആസ് ദി എലമെൻറ്റ് ഈസ് സെഡ് ടു ബി ഐസോപരാമെട്രിക് വെൻ ദ ഷേപ്പ് ഫംഗ്ഷൻ ഡിഫൈനിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പാറ്റേൺ ആൻഡ് ജോമെട്രി ആർ ദ സെയിം ആൻഡ് ആർ ഓഫ് ദ സെയിം ഓർഡർ. Next type of element ആണ് super parametric element. So consider the figure shown here. This figure. In this figure, nodes used for defining the geometry, and this one is the nodes are used for defining the geometry. This one. Next, triangular elements are used for defining the displacement. So നമ്മളിതിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 4 ട്രയാങ്കുലർ എലമെൻറ്റ്സേ എഴുതുന്നുള്ളൂ. അപ്പോൾ ട്രയാങ്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 നമ്പറാണ്. പക്ഷേ നോട്ട്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എത്ര എഴുതുന്നുണ്ട്, 1 2 3 4 5 6 3 നോട്ട്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് എലമെൻറ്റ് 8 നോട്ട്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ജോമെട്രി ആൻഡ് 4 നോട്ട്സ് ആർ യൂസ്ഡ് ടു
define the display. അപ്പോൾ ഇതിനകത്ത് നോട്ട്സിൻ്റെ എണ്ണത്തിനേക്കാളും ജോമെട്രി ഡിഫൈൻ ചെയ്തതിനേക്കാളും എണ്ണത്തിനേക്കാളും ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ എണ്ണം കുറവാണ്. സോ നമുക്ക് പറയാം, ഇഫ് നമ്പർ ഓഫ് നോട്ട്സ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ജോമെട്രി ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് നോട്ട്സ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് സൂപ്പർ പാരാമെട്രിക് എലമെൻറ്റ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എലമെൻ്റ് ആണ് subparametric element. So consider an element shown here. In this element നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട്സ് യൂസ്ഡ് ഫോർ ഡിഫൈൻ ദ ജോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ട് 1, 2, 3 ആൻഡ് 4 ആണ്. അതേപോലെ നോട്ട്സ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7 ആൻഡ് 8. ഇപ്പോൾ ഇത്രയാണ് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നോട്ട്സ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിയാം, ഇൻ ദിസ് എലമെൻറ്റ് 4 നോട്ട്സ് ആർ യൂസ്ഡ് ടു ഡിഫൈൻ ദ ജോമെട്രി. അപ്പോൾ 4 നോട്ട്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ജോമെട്രി ഡിഫൈൻ ചെയ്യുന്നു. അതേപോലെ 8 നോട്ട്സ് ആർ യൂസ്ഡ് ടു ഡിഫൈൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്ക് പറയാം, ഇഫ് ദ നമ്പർ ഓഫ് നോട്ട്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദ ജോമെട്രി ഈസ് number of nodes are used for defining geometry is less than the number of nodes are defining the displacement, then it is known as super parametric element. അപ്പോൾ അതാണ് പറയുന്നത്, ഐസോപാരാമെട്രിക് എലമെൻറ്റിനെ പോലെ തന്നെ വരുന്നതാണ് സബ് പാരാമെട്രിക് ആൻഡ് സൂപ്പർ പാരാമെട്രിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഐസോപാരാമെട്രിക് എലമെൻറ്റ്സിനെ കുറിച്ചാണ്.